സൂറത്ത് അഹ്സാബിലെ 18-ാമത്തെ ആയത്താണ് അതിന് ജബ്ബാർ കൈകാര്യം ചെയ്യുന്നത്. ആയത്ത് ഇങ്ങനെയാണ്: ഖദ് യഅലമുല്ലാഹുൽ മുഅവ്വിഖീന മിൻകും വൽ ഖായിലീന ലിഇഖ്വാനിഹിം ഹലുമ്മ ഇലൈന വലാ യഅ്തൂനൽ ബഅ്സ ഇല്ലാ ഖലീല. നിങ്ങളുടെ കൂട്ടത്തിൽ യുദ്ധത്തിന് തടസ്സമുണ്ടാക്കുന്ന ആളുകൾ, അതുപോലെ തങ്ങളുടെ സഹോദരന്മാരോട് നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട, ഞങ്ങളുടെ അടുത്തേക്ക് വരി എന്ന് പറയുന്ന ആളുകളെയും അള്ളാഹുവിനറിയാം. വലാ യഅ്തൂനൽ ബഅ്സ ഇല്ലാ ഖലീല, അവർ കുറച്ച് മാത്രമേ യുദ്ധത്തിന് വരുള്ളൂ. 19-ാമത്തെ ആയത്ത്: അശിഹത്തൻ അലൈക്കും ഫഇദാ ജാഅൽ ഖൗഫ് റഅയ്തഹും യൻദുറൂന ഇലൈക തദൂറു അയ്യുനുഹും കല്ലദീ യുഗ്ശാ അലൈഹി മിനൽ മൗത്ത് വഇദാ ദഹബൽ ഖൗഫു സലഖൂകും ബിഅൽസിനത്തിൻ ഹിദാദിൻ അശിഹത്തൻ അലൽ ഖൈർ ഉലൈക ലം യുഅ്മിനൂ ഫഅഹ്ബതല്ലാഹു അഅ്മാലഹും വകാന ദാലിക അലല്ലാഹി യസീറാ. നിങ്ങളോട് വല്ലാതെ പിശുക്ക് കാണിക്കുന്ന, നിങ്ങളുടെ കാര്യത്തിൽ വല്ലാതെ പിശുക്ക് കാണിക്കുന്ന ആളുകളാണവർ. ഭയം അല്ലെങ്കിൽ ഭയപ്പെടേണ്ടുന്ന സാഹചര്യങ്ങൾ വന്നാൽ അവർ നിൻ്റെ നേരെ ബോധരഹിതനായി വീണ് കിടക്കുന്ന ആളുടെ കണ്ണ് ചുഴറ്റുന്നത് പോലെ, കറങ്ങുന്നത് പോലെ, കണ്ണ് കറങ്ങുന്ന രീതിയിൽ നിൻ്റെ നേരെ അവർ നോക്കുന്നതായിട്ട് കാണാം. ഇദാ ദഹബൽ ഖൗഫ്, ഭയത്തിൻ്റെ രംഗം അവസാനിച്ചാലോ, സലഖൂക്കും ബി അൽസിനത്തിൻ ഹിദാദ്, മൂർച്ചുള്ള നാക്കുകൾ കൊണ്ട് അവർ നിങ്ങളെ ആക്രമിക്കും. അശിഹത്തൻ അലൽ ഖൈരി, എന്നാൽ അവർ നന്മയിൽ, അതായത് നിങ്ങൾക്ക് കൈവരുന്ന നന്മയിൽ അവർക്ക് താല്പര്യം, എന്നത് കിട്ടിയാൽ നിൽക്കില്ല എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഈ ആളുകൾ ഉലൈക ലം യുഅ്മിനൂ, അവർ വിശ്വസിച്ചിട്ടില്ല. ഫഅഹ്ബതല്ലാഹു അഅ്മാലഹും, അള്ളാഹു അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കി കഴിഞ്ഞു. വകാന ദാലിക അലല്ലാഹി യസീറ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ലളിതമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇതാണ് ആയത്ത്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ജബ്ബാർ പറയണത്, മുഹമ്മദിന് സംശയമുണ്ടായിരുന്ന അനുയായികളെ കുറിച്ചാണ് ഈ കുറ്റം പറയുന്നത്. അവരെ ഭീഷണിപ്പെടുത്തുന്നു, ചീത്ത പറയുന്നു. മൂപ്പർക്ക് എപ്പോഴും ചീത്ത പറയാന്നുള്ളത് ഒരു സ്ഥിരം അതായത് ഒരു മനുഷ്യൻ സ്വയം ചെയ്യുന്ന സംഗതിയാണല്ലോ മറ്റുള്ളവരിൽ കാണാൻ കഴിയും. അപ്പോൾ ജബ്ബാർ അള്ളാഹുവിനെ, റസൂലിനെ, ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ ഒക്കെ നിരന്തരമായി തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അള്ളാഹും റസൂലും ഒക്കെ പറയുന്നത് നിഷേധികളെ സംബന്ധിച്ച് വിലയിരുത്തുന്നത് തെറിയാണെന്നാണ് ജബ്ബാറിന് തോന്നുന്നത്. അത് ജബ്ബാറിൻ്റെ ഒരു മാനസികാവസ്ഥയാണ്. അത് അയാൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മദീനയിലെ വലിയൊരു ഭാഗം മുഹമ്മദ് നടത്തുന്ന യുദ്ധങ്ങളിൽ താല്പര്യമില്ലാത്തവരായിരുന്നു. മുബരുടെ കണ്ടുപിടുത്തമാണത്. മദീനയിലെ വലിയൊരു ഭാഗം മുഹമ്മദ് നടത്തുന്ന യുദ്ധത്തിൽ പിന്നെ കൊള്ള എന്നാണ് ജബ്ബാർ പറയുന്നത്. കൊള്ളയിലൊന്നും താല്പര്യമില്ലായിരുന്നു. ആരാണ് ഈ വലിയ വിഭാഗം? ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നൊരു സംഗതിയുള്ളൂ അതിൽ. മദീനയിലൊരു വലിയ വിഭാഗം, അവർ ഔസ്, ഖസ്റജ്, ഈ രണ്ട് കുടുംബങ്ങളിലെ വലിയ വിഭാഗം ആരുടെ കൂടെയായിരുന്നു? ചരിത്രം പറയുന്നത് അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു എന്നാണ്. എല്ലാ വിഭാഗത്തിലുണ്ടാവും ചില ഭീരുക്കൾ, അഞ്ചാമ്പത്തികൾ. അത്തരം ചില അഞ്ചാമ്പത്തികൾ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെയാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. ഈ മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധത്തിൽ താല്പര്യമില്ലായിരുന്നു. എന്തുകൊണ്ടാണത്? യുദ്ധത്തിൽ താല്പര്യമില്ലാതിരിക്കാൻ കാരണം മരണഭയമാണ്. ജീവിതം എന്നത് ഈ ഭൂമിയിലെ ജീവിതം മാത്രമാണെന്നും ഇവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകില്ല, അതോടുകൂടി എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് കിട്ടിയ ജീവിതം സുഖിക്കുക, അതിന് വിരുദ്ധമായിട്ട് അത് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒന്നിനും ഏർപ്പെടാതിരിക്കുക. ഇതാണ് ജബ്ബാറിനെ പോലുള്ള യുക്തിരഹിതരായിട്ടുള്ള യുക്തിവാദികളും നാസ്തികന്മാരും
അതുപോലെ കപടന്മാരുമൊക്കെ അംഗീകരിച്ച് ആദരിച്ച് ജീവിച്ചു പോരുന്ന രീതി എന്ന് പറയുന്നത്. ഈ രീതി മദീനയിലെ ഒരു ചെറിയ ഭാഗം പിന്തുടർന്നിരുന്നു. അവരാണ് യുദ്ധത്തിന് തടസ്സമായി നിൽക്കുന്നതും തങ്ങളുടെ ആളുകൾ യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തിന് പോകണ്ട, നിങ്ങൾ ഞങ്ങളെ കൂടെ അങ്ങോട്ട് വരി എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ. ഇതാദ്യം തന്നെ മദീന എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും വേണം. ജബ്ബാർ എന്ന് പറയുന്ന ഈ യുക്തിവാദിക്ക് ഇല്ലാത്തത് ഈ സാമാന്യ ബുദ്ധിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ മദീന ഇപ്പോൾ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. ആ രാഷ്ട്രവുമായിട്ട് യുദ്ധത്തിനൊരുങ്ങി വരുന്ന ശത്രു അബൂ സുഫിയാൻ, അതായത് ജൂത നേതാവായിരുന്ന ഹുയൈജ് ബിൻ അഖ്തബ് മക്കയിൽ ചെന്ന് അബൂ സുഫിയാനെയും ആളുകളെയും ഒക്കെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിച്ച് മുഹമ്മദിനെ തകർക്കാൻ ഞങ്ങളും കൂടിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അബൂ സുഫിയാനെ പൂജിപ്പിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ തോറ്റോടേണ്ടി വന്നു, നിരാശരായിട്ട് പിന്തിരിഞ്ഞു പോരേണ്ടി വന്നു. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ സാഹചര്യം നിലനിൽക്കുമ്പോൾ അവിടെ ആ കൂട്ടത്തിൽ മദീനയിലെ ആളുകളിൽ വസുവാസം ഉണ്ടാക്കാൻ, അതായത് യഥാർത്ഥ വിശ്വാസികളിൽ വസുവാസം ഉണ്ടാക്കാനും അവരെ പിന്തിരിപ്പിക്കാനും വേണ്ടി ശ്രമിച്ച ഒരു സംഘത്തെ സംബന്ധിച്ചാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. ഖുർആൻ എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യങ്ങളാണെന്ന് തന്നെ സങ്കല്പിച്ചാൽ പോലും ഒരു പ്രശ്നവുമായി നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരാൾക്കാണോ ആ സമൂഹത്തെ സംബന്ധിച്ചും അവരിലെ കുതന്ത്രക്കാരെ സംബന്ധിച്ചും പഞ്ചാപത്തികളെ സംബന്ധിച്ചും മനസ്സിലാവുക. അതല്ല, ഇതിനെയൊക്കെ എങ്ങനെയും എതിർത്തേ പറ്റൂ, അതാണ് നമ്മളെ യുക്തി നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന ദുശാഠ്യവുമായിട്ട് കൂപമണ്ഡൂകത്തെ പോലെ പെരുമാറുന്ന ജബ്ബാറിനെ പോലുള്ള നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിച്ചു പോകുന്ന ഒരു തണ്ട് തപ്പിക്കാണോ എന്നുള്ളത് ചരിത്രം വായിക്കുന്ന ആർക്കും ബോധ്യമാവുന്നൊരു സംഗതിയാണ്. ഏത് രാഷ്ട്രത്തിൻ്റെയും യുദ്ധവുമായി ബന്ധപ്പെട്ട സമീപനം എന്താണെന്ന് നമ്മൾക്കറിയാം. യുദ്ധത്തിന് വിരുദ്ധമായിട്ട് ആ രാഷ്ട്രം യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ യുദ്ധത്തിന് വിരുദ്ധമായിട്ട് ആ രാഷ്ട്രത്തിൽ ആര് തന്നെ പ്രവർത്തിച്ചാലും അയാൾ എത്ര വലിയ കങ്കേമനായിരുന്നാലും ശരി, ആ രാഷ്ട്രം നമ്മുടെ ജബ്ബാറൊക്കെ വല്ലാണ്ട് വീമ്പിളക്കുന്ന ജനാധിപത്യ മതേതര രാഷ്ട്രങ്ങളിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഖന്തക്കിൻ്റെ അപ്പുറത്ത്, കിടങ്ങിൻ്റെ അപ്പുറത്ത് അബൂ സുഫിയാനും ആളുകളും മദീനയെ ആക്രമിക്കാൻ വേണ്ടി സർവായുധ വിഭൂഷിതരായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ അവരെ നേരിടുന്നതിന് പകരം മുസ്ലിങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ എങ്ങനെയാണ് കാണുക? അവരെ അഞ്ചാമ്പത്തികൾ എന്ന നിലക്കാണോ കാണേണ്ടത്, അതോ മാന്യന്മാരായിട്ടുള്ള ആളുകൾ എന്നുള്ള നിലക്കാണോ? അബൂ സുഫിയാനും ആളുകളും ആ കടങ്ങാടല്ലായിരുന്നു എന്ന് വെക്കുക. എന്നിട്ട് അവർ മദീനയിലേക്ക് കടന്നു കയറിയിരുന്നെങ്കിൽ ഈ അഞ്ചാമ്പത്തികൾക്ക് പോലും അവിടെ നിലനിൽപ്പുണ്ടാവുമായിരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അവർ അബൂ സുഫിയാൻ്റെ കൂടെ ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞ് കൂടണം. ഇങ്ങനെയുള്ള മാനസികാവസ്ഥ ഉള്ള ഒരു വിഭാഗത്തെയാണ് ഇവിടെ ഖുർആൻ കൈകാര്യം ചെയ്യണത്. അവരെ സംബന്ധിച്ചാണ് ജബ്ബാർ വല്ലാതെ അവരോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ചീത്ത പറയാണ്, അവരെ ഭീഷണിപ്പെടുത്താണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഒരു സാധാരണ മാനസികാവസ്ഥ അല്ല, അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയുടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജബ്ബാർ തന്നെ അയാളുടെ ഈ ഖുർആൻ പഠനത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇസ്ലാമിനെ തകർക്കുക, മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ഇത് തൻ്റെ ജീവിതധർമ്മമായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് ജബ്ബാർ പറഞ്ഞിട്ടുള്ളത്. വാക്കിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. ഈ ആശയമാണ് ജബ്ബാർ ഖുർആൻ പഠനത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വിടാതെ മൂപ്പർ കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ എന്താണ് തേടുന്നതെന്നും ഒരു സമൂഹത്തിൽ ഏത് വിധം ആളുകൾ ഉണ്ടാകാമെന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയെ സംബന്ധിച്ച് പോലും
വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുക എന്നുള്ളത് അതൊരു ചില്ലറ കാര്യമൊന്നുമല്ല. ഒരു മനുഷ്യൻ്റെ ബുദ്ധി എത്രത്തോളം ശുഷ്കമാണെന്നും അതെത്രത്തോളം മലീമസമാണ് എന്നതിനും തെളിവാണ് ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള വാചാടോപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ തെറി പറയുകയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയോ അല്ല ചെയ്യണത്. ഒരു സമൂഹം അവർ നിലകൊള്ളുന്ന, അവർ സമീപിക്കുന്ന അവരുടെ സമീപനം അത് ഏത് രീതിയിലുള്ളതാണ് എന്ന് പരിഗണിച്ച് നോക്കിയിട്ടാണ് അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവുന്നതും സ്വീകാര്യമാവാതിരിക്കുന്നതും. ജബ്ബാർ അള്ളാഹിനെ നിഷേധിക്കുന്നത് കൊണ്ട് അള്ളാഹ് മരിച്ചു പോകുന്നില്ല. മാത്രമല്ല ജബ്ബാർ അതിൻ്റെ പരിണതി ഏറ്റവും ഭയാനകമായ രീതിയിൽ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ അനുഭവിക്കാൻ കഴിയില്ല, അനുഭവിക്കുന്നത് ഘട്ടുണ്ടാവും. അപ്പോൾ ജബ്ബാർ രണ്ട് കയ്യും കടിക്കും. അവിടെ ജബ്ബാറിന് ഒരു രക്ഷയുണ്ടാവില്ല. ഇപ്പോൾ തൊള്ളേ തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാന്നുള്ളതാണ് ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതവൻ പറയട്ടെ എന്ന് മാത്രമേ നമ്മൾക്ക് അവനെപ്പറ്റി പറയാനുള്ളൂ.